സംസ്ഥാന സാക്ഷരതാ മിഷന്റെ തുല്യതാ പഠിതാക്കൾക്കുള്ള പാഠപുസ്തകങ്ങൾ മഴയിൽ കുതിർന്നു. മലപ്പുറം മുനിസിപ്പൽ ടൗൺ ഹാളിന് സമീപം പുറത്തു സൂക്ഷിച്ചിരുന്ന പാഠപുസ്തകങ്ങളാണ് വേനൽ മഴയിൽ ഭാഗികമായി നശിച്ചത്. ഹയർ സെക്കൻഡറി തുല്യതാ പഠിതാക്കൾക്കുള്ള ഗാന്ധിയൻ സ്റ്റഡീസ്, അക്കൗണ്ടൻസി, ഹിന്ദി, ബിസിനസ് സ്റ്റഡീസ് തുടങ്ങിയവയുടെ പാഠപുസ്തകങ്ങളുടെ കെട്ടുകളാണ് മഴയിൽ കുതിർന്നത്. സുരക്ഷിത സ്ഥാനത്ത് സൂക്ഷിക്കാത്തത് മൂലമാണ് പുസ്തകങ്ങൾ നശിച്ചത്. വിവിധ ജില്ലകളിലെ പഠിതാക്കൾക്ക് വിതരണത്തിനുള്ളതാണിത്. സാക്ഷരതാ മിഷന് കീഴിൽ തിരൂർ ചെറിയമുണ്ടത്തുള്ള ദേശീയ ഗവേഷണ കേന്ദ്രം ഏതാനും വർഷം മുൻപ് പ്രവർത്തനം അവസാനിപ്പിച്ചിരുന്നു. ഇവിടെ സൂക്ഷിച്ച 100 കണക്കിന് പാഠപുസ്തകങ്ങളാണ് മലപ്പുറം നഗരസഭയുമായുള്ള ധാരണപ്രകാരം താൽക്കാലികമായി ടൗൺ ഹാളിലെ ലൈബ്രറി ബ്ലോക്കിലേക്ക് മാറ്റിയത്. പുസ്തകക്കെട്ടുകൾ 1 വർഷമായി ലൈബ്രറി കെട്ടിടത്തിലാണ് സൂക്ഷിച്ചിരുന്നത്. ലൈബ്രറിയിൽ അറ്റകുറ്റപ്പണി വേണ്ടി വന്നപ്പോൾ നഗരസഭാ ചെയർമാന്റെ അപേക്ഷ പ്രകാരം പുസ്തകങ്ങൾ ഒരാഴ്ച മുൻപ് പുറത്തേക്ക് മാറ്റി. പ്ലാസ്റ്റിക് ഷീറ്റിൽ പൊതിഞ്ഞിരുന്നുവെങ്കിലും കാറ്റിൽ ഷീറ്റുകൾ പാറിപ്പോയി. കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്നും വെള്ളം വീഴുന്നിടത്ത് വെച്ചതിനാൽ പുസ്തകക്കെട്ടുകൾ പലതും തിങ്കളാഴ്ച വൈകിട്ട് പെയ്ത മഴയിൽ വെള്ളത്തിൽ കുതിർന്ന് ഉപയോഗശൂന്യമായി. പുസ്തകങ്ങൾ തിരുവനന്തപുരത്ത് സംസ്ഥാന സാക്ഷരതാ മിഷനിലേക്ക് മാറ്റാൻ അധികൃതർ അപേക്ഷ നൽകിയിരുന്നുവെന്നാണ് പറയുന്നത്. 1 വർഷത്തോളം പുസ്തകം സൂക്ഷിക്കാൻ മലപ്പുറം നഗരസഭ ഇടം നൽകിയിട്ടും പുസ്തകം സുരക്ഷിത സ്ഥാനത്തേക്ക് നീക്കാതിരുന്നതാണ് സർക്കാരിന് ലക്ഷങ്ങൾ നഷ്ടം സംഭവിക്കുന്നതിലേക്ക് നയിച്ചതെന്ന് ആക്ഷേപമുണ്ട്. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.